ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് റേഡിയോ ഇമ്മ്യൂണോ അസേ. എന്താണ് ഇമ്മ്യൂണോ അസേ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ബയോകെമിക്കൽ ആയിട്ടുള്ളൊരു ടെക്നിക്കാണിത്. അതുകൊണ്ടാണ് ഇതിനെ റേഡിയോ ഇമ്മ്യൂണോ അസേ. ഇതിനകത്ത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസും കൂടി ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ റേഡിയോ ഇമ്മ്യൂണോ അസേ എന്ന് പറയുന്നത്. അസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനത്തിന്റെ എമൗണ്ട് കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ അസേ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്? നമ്മൾ ഒരു സാമ്പിളിലുള്ള ആന്റിജന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്കാണ് റേഡിയോ ഇമ്മ്യൂണോ അസേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരാളുടെ ബ്ലഡ് സാമ്പിളിലുള്ള സപ്പോസ് ഹെപ്പറ്റൈറ്റിസ് ബി ആന്റിജൻ ആണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. സപ്പോസ് വി വോണ്ട് ടു ടെസ്റ്റ് ദി എമൗണ്ട് ഓഫ് ആന്റിജൻ ഇൻ ദി ബ്ലഡ് സാമ്പിൾ ഓഫ് എ ഹെപ്പറ്റൈറ്റിസ് ബി പേഷ്യൻറ്റ്. അപ്പോൾ ഇതാണ് ആ ആന്റിജൻ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റേഡിയോ ഇമ്മ്യൂണോ അസേ ചെയ്യുമ്പോൾ എന്തായിരിക്കും? സാധാരണ ഇമ്മ്യൂണോ അസേയിൽ ആന്റിജൻ ആന്റിബോഡി സ്പെസിഫിസിറ്റി ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന അസേകളിൽ എലീസ പറഞ്ഞ പോലെ തന്നെ എന്താ പ്രത്യേകത? അതായത് നമ്മുടെ കിറ്റിനകത്ത്, ഡയഗ്നോസ്റ്റിക് കിറ്റിനകത്ത് ഏത് ആന്റിജന്റെ കോൺസെൻട്രേഷൻ ആണോ, അല്ലെങ്കിൽ ഏത് ആന്റിജൻ ആണോ ഡിറ്റക്ട് ചെയ്യേണ്ടത്, ഏത് ആന്റിജന്റെ കോൺസെൻട്രേഷൻ ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, അതിനോട് സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രൈമറി ആന്റിബോഡി നമ്മുടെ കയ്യിൽ വേണം, നമ്മുടെ ഡയഗ്നോസ്റ്റിക് കിറ്റിൽ വേണം. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ദ പ്രൈമറി ആന്റിബോഡി. ഓക്കെ, ഇതാണ് പ്രൈമറി ആന്റിബോഡി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആന്റിജൻ, അതായത് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ട ആന്റിജൻ. ഓക്കെ, ഇനി കിറ്റിനകത്ത് ഒരു റിക്വയർമെന്റും കൂടെ ആവശ്യമാണ്. അതാണ് ഇതേ ആന്റിജന്റെ തന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫോം ഉണ്ട്. അപ്പോൾ ഈ ഏത് ആന്റിജൻ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ആന്റിജൻ ആണെങ്കിൽ അതിന്റെ തന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആന്റിജനും കൂടെ ഈ കിറ്റിനകത്ത് വേണം. അപ്പം നമ്മുടെ കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? റേഡിയോ ആക്റ്റീവ് ആന്റിജൻ വേണം, പിന്നെ ഏത് ആന്റിജൻ ആണോ നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടത് അതിനോട് സ്പെസിഫിക് ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രൈമറി ആന്റിബോഡിയും വേണം. പിന്നെ ശ്രദ്ധിക്കുക, ഈ ആന്റിജൻ എന്ന് പറയുന്നത്, ഈ റേഡിയോ ആക്റ്റീവ് ആന്റിജൻ എന്ന് പറയുന്നത് ഈ ലേബിൾഡ് ആന്റിജന്റെ തന്നെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ കിറ്റിലുള്ളത്. നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ആന്റിബോഡികൾ, പ്രൈമറി ആന്റിബോഡികളും ഈ റേഡിയോ ആക്റ്റീവ് ആന്റിജനും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ ഈ ആന്റിബോഡിക്ക് ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആന്റിജനോട് സ്പെസിഫിസിറ്റി ഉള്ളത് കൊണ്ട് അത് അതുമായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, ഈ ഇൻക്യുബേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ മിക്സ്ചറിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? പേഷ്യൻറ്റിൻ്റെ സാമ്പിൾ ആഡ് ചെയ്യും. ഇപ്പോൾ ബ്ലഡ് സാമ്പിളോ സിറം സാമ്പിളോ എന്താണ് വെച്ചാൽ ആഡ് ചെയ്യും. അതിനുള്ളിൽ ഉള്ള ആൻറ്റിജൻ്റെ അളവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഈ ഒരു സാമ്പിളിനകത്തേക്ക്, അല്ലെങ്കിൽ ഈ ഒരു മിക്സ്ചറിനകത്തേക്ക്, പ്രൈമറി ആൻറ്റിബോഡിയും റേഡിയോ ആക്റ്റീവ് ആൻറ്റിജനും കൂടി ചേർന്ന മിക്സ്ചറിനകത്തേക്ക് നമുക്ക് ഈ പേഷ്യൻറ്റിൻ്റെ സാമ്പിൾ ആഡ് ചെയ്യാം. ആ സാമ്പിളിനകത്ത് നമ്മൾക്ക് അളവ് കണ്ടുപിടിക്കേണ്ട ആന്റിജൻ ഉണ്ട്. അത് അൺലേബിൾഡ് ആന്റിജൻ ആണ്. അത് റേഡിയോ ആക്റ്റീവ് അല്ലല്ലോ, അത് നാച്ചുറലി ഒരു പേഷ്യന്റിന്റെ ബോഡിയിൽ ഉള്ളതാണല്ലോ. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ ട്യൂബിൽ എന്താ നടക്കുക എന്ന് വെച്ചാൽ, ഈ രണ്ട് ആന്റിജനുകളോടും ഈ ആന്റിബോഡിക്ക് സ്പെസിഫിസിറ്റി ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ രണ്ട് ആന്റിജനും ആന്റിബോഡിയുമായിട്ട്, ഈ പ്രൈമറി ആന്റിബോഡിയായിട്ട് സ്പെസിഫിക്കലി ബൈൻഡ് ചെയ്യുന്നവരാ, രണ്ടുപേർക്കും ഒരേപോലത്തെ അഫിനിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ, ഈ പേഷ്യൻറ്റിൻ്റെ സാമ്പിളിലുള്ള ആൻറ്റിജനുകൾ, പേഷ്യൻ്റ് ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്ത് ഈ പേഷ്യൻറ്റിൻ്റെ സാമ്പിളിലുള്ള ആൻറ്റിജനുകൾ ഇതിനകത്തുള്ള കുറച്ച് ലേബിൾഡ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റിജനുകളെ ഡിസ്പ്ലേസ് ചെയ്യും. കണ്ടോ? ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ട് ഓൾറെഡി ബൈൻഡ് ചെയ്തിരുന്ന ആൻറ്റിജനെ ആര് ഡിസ്പ്ലേസ് ചെയ്തു? ഈ പേഷ്യൻറ്റിൻ്റെ സാമ്പിളിലുള്ള അൺലേബിൾഡ് ആൻറ്റിജൻ ഡിസ്പ്ലേസ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ആന്റിബോഡിയും, പ്രൈമറി കിറ്റിലുള്ള പ്രൈമറി ആന്റിബോഡിയും റേഡിയോ ആക്റ്റീവ് ആന്റിജനും തമ്മിലൊരു കോൺജുഗേറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ കോംപ്ലക്സ് ഉണ്ടാകും, ഒരു മിക്സ്ചർ ഉണ്ടാകും ഇൻക്യുബേഷൻ വഴി. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് പേഷ്യൻറ്റിൻ്റെ സാമ്പിൾ ആഡ് ചെയ്യും. ആ സാമ്പിളിനകത്ത് ആ ആന്റിജൻ ഉണ്ട്, നമുക്ക് അളവ് കണ്ടുപിടിക്കേണ്ട ആന്റിജൻ ഉണ്ട്. ഇനി ഈ റിയാക്ഷൻ മിക്സ്ചറിൽ എന്ത് പറ്റുന്ന വെച്ചാൽ, ഇതിനകത്ത് ബൈൻഡ് ചെയ്തിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആന്റിജനെ ഈ പേഷ്യൻറ്റിൻ്റെ സാമ്പിളിലുള്ള അൺലേബിൾഡ് ആയിട്ടുള്ള ആന്റിജൻ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുക. ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എൻറ്റിറ്റീസ് കിട്ടും. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സുകൾ, ഓക്കെ, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഫ്രീ ആയിട്ടുള്ള ഡിസ്പ്ലേസ്ഡ് ആൻറ്റിജൻസും ഒക്കെയുള്ള ഒരു മിക്സ്ചർ. അതായത് നിങ്ങൾ ഇത് ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു മിക്സ്ചറിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തെടുത്തു എന്ന് വിചാരിക്കാം. ഈ ഒരു മിക്സ്ചറിനെ സെൻട്രിഫ്യൂജ് ചെയ്തെടുത്തിട്ട് ഈ ആന്റിബോഡികൾ, ആന്റിജൻ ബൗണ്ട് ആയിട്ടുള്ള ആന്റിബോഡികളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന ആന്റിജൻസും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബൗണ്ട് ആയിട്ടുള്ള ആന്റിബോഡികളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ബൗണ്ട് ആയിട്ടുള്ള ആന്റിബോഡികളൊക്കെ കൂടി ഒരുമിച്ച് വരണ പോലെയും അൺബൗണ്ട് ആയിട്ടുള്ള ആന്റിജൻസ് ഒക്കെ ഒരുമിച്ച് വരണ പോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് എന്താ കിട്ടുക? ഈ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ അടിഞ്ഞുകൂടി ഒരു പെല്ലറ്റ് ആകും. വെയിറ്റ് കുറവുള്ള സാധനങ്ങളൊക്കെ മുകളിലുള്ള സൂപ്പർനേറ്റന്റിൽ ഉണ്ടാവും അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ പെല്ലറ്റിനകത്ത് ഈ ആന്റിബോഡി കോംപ്ലക്സുകളായിരിക്കും ഉണ്ടാവുക അല്ലേ? ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സുകൾ ഉണ്ടാവുക. എന്നാൽ സൂപ്പർനേറ്റന്റിനകത്ത് ഈ ഡിസ്പ്ലേസ്ഡ് ആന്റിജനുകൾ, ഫ്രീ ആയിട്ടുള്ള ആന്റിജനുകളാണ് ഉണ്ടാവുക അല്ലേ? ഇനി എന്ത് ചെയ്യണം? രണ്ടിലും നമ്മുടെ റേഡിയോ ലേബിൾഡ് ആന്റിജൻ ഉണ്ടാവും. കാരണം എന്താ? അതായത് നമ്മൾ ഓൾറെഡി ഈ റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ആന്റിജനെ ആന്റിബോഡി ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാമ്പിൾ ആഡ് ചെയ്യുന്നത്. സാമ്പിൾ ആന്റിജൻ ഇതിൽ നിന്ന് റേഡിയോ ലേബിൾഡ് ആന്റിജനുകളെ കുറച്ചൊക്കെ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഓക്കെ, ബാക്കി അവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഈ പേഷ്യന്റിന്റെ സാമ്പിളിനകത്ത് കുറേ ആന്റിജൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇഫ് ദി പേഷ്യന്റ് സാമ്പിൾ ഹാഡ് മോർ കോൺസെൻട്രേഷൻ ഓഫ് ആന്റിജൻ, then there would be more displacement of the radio labeled antibody അല്ലേ? പേഷ്യന്റിന്റെ സാമ്പിളിനകത്ത് ആന്റിജൻ കൂടുതലുണ്ടെങ്കിൽ അത് റേഡിയോ ലേബിൾഡ് ആന്റിജനെ കൂടുതൽ ഡിസ്പ്ലേസ് ചെയ്തേനെ. പേഷ്യന്റിന്റെ സാമ്പിളിൽ കുറച്ച് ആന്റിജൻ ഉള്ളുവെങ്കിൽ അധികം ഡിസ്പ്ലേസ്മെന്റ് നടക്കില്ല. ഇനി നമ്മൾ റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്താൽ മതി. അതായത് ഈ ആന്റിബോഡി കോംപ്ലക്സുകളിൽ എത്രമാത്രം റേഡിയോ ആക്ടിവിറ്റി ഉണ്ടെന്നും ഈ ഫ്രീ ആന്റിജനുകളിൽ എത്രമാത്രം റേഡിയോ ആക്ടിവിറ്റി ഉണ്ടെന്ന് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞേ. അതായത് ഇതിന്റെയും റേഡിയോ ആക്ടിവിറ്റി നോക്കുക, പെല്ലറ്റിന്റെ റേഡിയോ ആക്ടിവിറ്റി നോക്കുക, പിന്നെ ഈ സൂപ്പർനേറ്റന്റിന്റെ റേഡിയോ ആക്ടിവിറ്റി നോക്കുക. അപ്പൊ നമുക്ക് ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ, പേഷ്യന്റിന്റെ സാമ്പിളില് ആന്റിജൻ കൂടുതലാണ് വെച്ചാല് അത് കൂടുതൽ റേഡിയോ ലേബിൾഡ് ആന്റിജനെ ഡിസ്പ്ലേസ് ചെയ്യും. ആ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട റേഡിയോ ലേബിൾഡ് ആന്റിജൻ ഒക്കെ ഈ സൂപ്പർനേറ്റന്റിൽ ഉണ്ടാവും അല്ലേ? അപ്പൊ സൂപ്പർനേറ്റന്റിന് റേഡിയോ ആക്ടിവിറ്റി കൂടുതലായിരിക്കും അല്ലേ? അതായത് പേഷ്യന്റിന്റെ സാമ്പിളിൽ ആന്റിജൻ കൂടുതൽ, അപ്പൊ അത് റേഡിയോ ലേബിൾഡ് ആന്റിജനെ കൂടുതലായിട്ട് തട്ടിക്കളയും അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യും. ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ സൂപ്പർനേറ്റന്റിൽ ഉണ്ടാവുക. ആ സൂപ്പർനേറ്റന്റ് അതുകൊണ്ട് റേഡിയോ ആക്ടിവിറ്റി കൂടുതൽ കാണിക്കും അല്ലേ? എന്നാൽ പ്രസിപ്പിറ്റേറ്റിന്റെ റേഡിയോ ആക്ടിവിറ്റി കുറവായിരിക്കും. ഇപ്പൊ നേരെ മറിച്ച് പേഷ്യന്റിന്റെ സാമ്പിളിൽ ആന്റിജന്റെ അളവ് കുറവാണെങ്കിലോ അധികം ഈ റേഡിയോ ലേബിൾഡ് ആന്റിജൻസിനെ ഡിസ്പ്ലേ ചെയ്യില്ല. അപ്പൊ അധികം റേഡിയോ ആക്ടിവിറ്റി ഒന്നും ഈ സൂപ്പർനേറ്റന്റിൽ കാണില്ല. കാരണം മിക്കവാറും റേഡിയോ ലേബിൾഡ് ആന്റിജൻ ഒക്കെ ഈ ആന്റിബോഡി ആയിട്ട് തന്നെ ബൈൻഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. അതാണ് അതിന്റെ ലോജിക്ക്. ഓക്കെ, അപ്പൊ സാമ്പിൾ ആന്റിജൻ എത്ര അളവ് കൂടുന്നോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും സൂപ്പർനേറ്റന്റിന്റെ റേഡിയോ ആക്ടിവിറ്റി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ റേഡിയോ ഇമ്മ്യൂണോ അസേയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതൊരു ഇൻഫെക്റ്റഡ് പേഴ്സന്റെ സിറം സാമ്പിൾ ആണ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സന്റെ സിറം സാമ്പിൾ ആണ്. ഇൻഫെക്റ്റഡ് സിറം സാമ്പിൾ ആണ്. അപ്പൊ ഈ ഡാർക്ക് ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ റേഡിയോ ലേബിൾഡ് ആന്റിജൻ കുറെ ഡിസ്പ്ലേസ് ചെയ്ത് പോവാണ്. നേരെ മറിച്ച് അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സന്റെ സാമ്പിൾ ആണെങ്കിൽ ഈ റേഡിയോ ലേബിൾഡ് ആന്റിജൻ അവിടെ തന്നെ ഇരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വേരിയസ് ടെക്നിക്സിലേക്ക് പോവാട്ടോ. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞല്ലോ. പ്രിൻസിപ്പിൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെ ഈ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സുകളെയും ഈ സൂപ്പർനേറ്റന്റ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രീ ആന്റിജൻസിനെ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം, അതിന്റെ ടെക്നിക്സ് നമ്മൾ പറയാൻ പോണേ. അപ്പൊ ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാല്, ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് നമ്മൾ റേഡിയോ ആക്റ്റീവ് ആന്റിജനും പ്രൈമറി ആന്റിബോഡിയും കൂടെ മിക്സ് ചെയ്തു.
എന്നിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ സിറം സാമ്പിളോ ബ്ലഡ് സാമ്പിളോ ആഡ് ചെയ്തു. അതിനകത്ത് അൺലേബിൾഡ് ആൻറ്റിജൻ ഉണ്ട്. അൺലേബിൾഡ് ആൻറ്റിജൻ ഈ ലേബിൾഡ് ആൻറ്റിജനുകളെ കുറേയൊക്കെ ഡിസ്പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ഈ കോംപ്ലക്സുകളെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കണം ഈ ഫ്രീ ആൻറ്റിജൻസിൽ നിന്ന്. അതിനെന്താ ഒരു മാർഗം എന്ന് വെച്ചാൽ നമ്മൾ എലീസായിലൊക്കെ പറയണ പോലെ ഈ പ്രൈമറി ആൻറ്റിബോഡിയെ കയറി പിടിക്കാൻ പറ്റുന്ന സെക്കൻഡറി ആൻറ്റിബോഡികൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രൈമറി ആൻറ്റിബോഡികൾക്ക് സ്പെസിഫിക് ആയി കയറി പിടിക്കാൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡറി ആൻറ്റിബോഡി അല്ലെ ആൻറ്റി ആൻറ്റിബോഡി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ആൻറ്റിബോഡികളെ മുഴുവൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സെക്കൻഡറി ആൻറ്റിബോഡികൾ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഫ്രീ ആയിട്ടുള്ള ആൻറ്റിജൻ ഒക്കെ വേർതിരിയുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്താൽ മതി. അപ്പോൾ ഈസിയാണ് കേട്ടോ. അപ്പോൾ പ്രൈമറി ആൻറ്റിബോഡികൾ ഈ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാൻ സെക്കൻഡറി ആൻറ്റിബോഡികൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ സെക്കൻഡറി ആൻറ്റിബോഡികൾ ഈ പ്രൈമറി ആൻറ്റിബോഡികളെ എല്ലാം പിടിച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് നമുക്ക് പിന്നെ സെൻട്രിഫ്യൂഗേഷൻ ഈസി ആയിരിക്കും. എന്നിട്ട് ഈ പെല്ലറ്റിൻ്റെയും സൂപ്പർനെറ്റിൻ്റെയും റേഡിയോ ആക്ടിവിറ്റി നോക്കാം. അല്ലേ പിന്നുള്ളൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിറ്റിൽ ഓൾറെഡി ഉള്ള പ്രൈമറി ആൻറ്റിബോഡികൾ ഉണ്ടല്ലോ. നമ്മുടെ കിറ്റിൽ ഓൾറെഡി പ്രൈമറി ആൻറ്റിബോഡികൾ ഉണ്ട്. അത് കോട്ട് ചെയ്തിട്ടുള്ള പ്ലേറ്റ് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ എലീസ പ്ലേറ്റ് ഒക്കെ കണ്ട പോലെ അത് കോട്ട് ചെയ്തിട്ടുള്ള ഒരു ട്യൂബിൻ്റെ അകത്ത് പ്രൈമറി ആൻറ്റിബോഡി ഓൾറെഡി കോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ലേബിൾഡ് ആൻറ്റിജൻ ആഡ് ചെയ്യുക. ഓക്കെ, അതിനകത്തേക്ക് ലേബിൾഡ് ആൻറ്റിജൻ ആഡ് ചെയ്യുക. ലേബിൾഡ് ആൻറ്റിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലേബിൾഡ് ആൻറ്റിജൻ എന്തിൽ പോയി പിടിക്കും? ഈ പ്രൈമറി ആൻറ്റിബോഡിയിൽ പോയിട്ട് പിടിക്കും. അത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ സിറം സാമ്പിൾ ആഡ് ചെയ്യുക. പേഷ്യൻ്റ് സിറം സാമ്പിൾ ആഡ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിൻ്റെ സിറം സാമ്പിളിൽ കുറേ ആൻറ്റിജൻ ഉണ്ട് വെച്ചാൽ കുറേ റേഡിയോ ലേബിൾഡ് ആൻറ്റിജൻ ഡിസ്പ്ലേസ് ആയിപ്പോവും. ഇൻക്യുബേഷനൊക്കെ വെക്കുക. അതായത് ആദ്യം പ്രൈമറി ആൻറ്റിബോഡി കോട്ടഡ് ട്യൂബ്, അതിനകത്തേക്ക് റേഡിയോ ലേബിൾഡ് ആൻറ്റിജൻ, ഇൻക്യുബേഷൻ, അത് കഴിഞ്ഞാൽ സിറം സാമ്പിൾ ആഡ് ചെയ്യുക. ഓക്കെ, സിറം സാമ്പിൾ ആഡ് ചെയ്യുക. ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്യൂബ് വാഷ് ചെയ്താൽ മതി. ഈ ട്യൂബ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂബ് കെയർഫുള്ളി വാഷ് ചെയ്തെടുക്കുക. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലിക്വിഡ് അതിനകത്ത് ഡിസ്പ്ലേസ്ഡ് ആൻറ്റിജൻ കാണും അല്ലേ. ഇത് വാഷ് ചെയ്താൽ കിട്ടുന്ന ലിക്വിഡിൽ ഡിസ്പ്ലേസ്ഡ് ആൻറ്റിജൻ ഉണ്ടായിരിക്കും. അതായത് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള റേഡിയോ ലേബിൾഡ് ആൻറ്റിജൻ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഇതിനകത്ത് ലിക്വിഡ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഈ ട്യൂബിൽ ഈ ആൻറ്റിബോഡി ആൻറ്റിജൻ കോംപ്ലക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റേഡിയോ ആക്ടിവിറ്റി നോക്കിയാൽ മതിയാകും. നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ ഒന്നും ആവശ്യം വരില്ല. അതായത് നമ്മൾ ഓൾറെഡി പ്രൈമറി ആൻറ്റിബോഡി കോട്ടഡ് ആയിട്ടുള്ള ട്യൂബ് ഉപയോഗിക്കുക. അതിനകത്തേക്ക് ലേബിൾഡ് ആൻറ്റിജൻ ഉപയോഗിക്കുക. റേഡിയോ ലേബിൾഡ് ആൻറ്റിജൻ ഇടുക. സിറം സാമ്പിൾ ആഡ് ചെയ്യുക. സിറം സാമ്പിളിലുള്ള ആൻറ്റിജൻ റേഡിയോ ലേബിൾഡ് ആൻറ്റിജനെ ഡിസ്പ്ലേസ് ചെയ്യും. ഒക്കെ ഈ ട്യൂബിനകത്ത് നടക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ട്യൂബിലെ ട്യൂബ് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ആ കിട്ടുന്ന ലിക്വിഡിനകത്ത് എല്ലാ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൻറ്റിജനും കാണും. പിന്നെ ഈ എം ടി ട്യൂബിൻ്റെ അകത്തുള്ള റേഡിയോ ആക്ടിവിറ്റിയും കൂടെ മെഷർ ചെയ്യുക. കാരണം അതിനകത്ത് ഈ ആൻറ്റിബോഡി റേഡിയോ ലേബിൾഡ് ആൻറ്റിജൻ കോംപ്ലക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുക ഈ പ്രൈമറി ആൻറ്റിബോഡിയെ നമ്മൾ സെഫാഡെക്സ് ബീഡ് ആയിട്ട് ലിങ്ക് ചെയ്യുക, കപ്പിൾ ചെയ്യുക. സെഫാഡെക്സ് ബീഡുമായിട്ട് നമ്മൾ പ്രൈമറി ആൻറ്റിബോഡിയെ ക്ലബ് ചെയ്യുക. എന്നിട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെ റേഡിയോ ലേബിൾഡ് ആൻറ്റിജൻ ആഡ് ചെയ്യുക. പേഷ്യൻറ്റിൻ്റെ സിറം സാമ്പിൾ ആഡ് ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ ഇത് വേഗം പെല്ലറ്റ് ആയിക്കോളും. കാരണം ഇത് ഹെവി ആണല്ലോ. ഇത് ഹെവി ആയതുകൊണ്ട് ഇത് വേഗം പെല്ലറ്റ് ആയിക്കോളും. ബാക്കി ഫ്രീ ആയിട്ടുള്ള ഡിസ്പ്ലേസ്ഡ് ആൻറ്റിജൻസ് ഒക്കെ സൂപ്പർനേറ്റൻ്റിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി മെഷർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള ആൻറ്റിജനെ അല്ല, നമ്മുടെ പേഷ്യൻ്റ് സിറത്തിലുള്ള ആൻറ്റിജൻ്റെ അളവല്ല മെഷർ ചെയ്യണം. നമ്മൾ റേഡിയോ ആക്ടിവിറ്റിയാണ് മെഷർ ചെയ്യണത്. ഡിസ്പ്ലേസ്ഡ് ആൻറ്റിജനെയും റേഡിയോ ലേബിൾഡ് ആൻറ്റിജനെ മെഷർ ചെയ്യുക വഴി ഇൻഡയറക്ട്ലി സാമ്പിൾ ആൻറ്റിജൻ എത്ര ഉണ്ടെന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ കേട്ടോ. അപ്പം നമ്മുടെ കിറ്റിലുള്ള റേഡിയോ ലേബിൾഡ് ആൻറ്റിജൻ എത്രമാത്രം ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു അതിനനുസരിച്ച് എത്രമാത്രം സിറത്തിൽ ആൻറ്റിജൻ ഉണ്ട് അല്ലെങ്കിൽ സാമ്പിളിൽ ആൻറ്റിജൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നൊരു ടെക്നിക്കാണിത്. അപ്പോൾ ഈ ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത് 1960-ലാണ് ബെർസൺ ആൻഡ് യാലോ. ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ ഒരു കോമ്പറ്റീഷൻ ആണ്. ആര് തമ്മിൽ? കോമ്പറ്റീറ്റീവ് ബൈൻഡിങ് ഓഫ് റേഡിയോ ലേബിൾഡ് ആൻറ്റിജൻ ആൻഡ് അൺലേബിൾഡ് ആൻറ്റിജൻ. ആരോട്? ഹൈ അഫിനിറ്റി ആയിട്ടുള്ള പ്രൈമറി ആൻറ്റിബോഡിയോട്. അപ്പോൾ
നമ്മൾ എപ്പോഴും ഒരു നോൺ കോൺസെൻട്രേഷനിലാണ് മിക്സ് ചെയ്യേണ്ടത്. ലേബിൾഡ് ആന്റിജനെയും പ്രൈമറി ആന്റിബോഡിയെയും ഒരു നോൺ കോൺസെൻട്രേഷനിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ലേബിൾഡ് ആന്റിജനും പ്രൈമറി ആന്റിബോഡിയും തമ്മിൽ ബൈൻഡിങ് നടക്കും. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് സാമ്പിൾ ആഡ് ചെയ്യുക. ടെസ്റ്റ് സാമ്പിളിന്റെ അൺലേബിൾഡ് ആയിട്ടുള്ള ആന്റിജൻ ഉണ്ട്, അൺലേബിൾഡ് ആന്റിജൻ ഉണ്ട്. അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിഞ്ഞുകൂടാ. അതിങ്ങനെ പ്രോഗ്രസീവ്ലി ലാർജർ എമൗണ്ട്സിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ആന്റിബോഡിക്ക് ഇതിനെ തിരിച്ചറിയില്ല. അപ്പോൾ നമ്മുടെ സാമ്പിളിലുള്ള ആന്റിജൻ റേഡിയോ ലേബിൾഡ് ആന്റിജനെ ഡിസ്പ്ലേസ് ചെയ്യും. സാമ്പിൾ ആന്റിജന്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും ഡിസ്പ്ലേസ്മെന്റ് കൂടും. എത്രമാത്രം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് സൂപ്പർനേറ്റന്റിന്റെയും പെല്ലറ്റിന്റെയും റേഡിയോ ആക്ടിവിറ്റിന്ന് തിരിച്ചറിയാൻ പറ്റും. എത്രമാത്രം സാമ്പിളിൽ ആന്റിജൻ കൂടുന്നുവോ അത്രമാത്രം റേഡിയോ ലേബിൾഡ് ആന്റിജൻ ഡിസ്പ്ലേസ് ചെയ്ത് പോവും. അപ്പൊ അത് നമ്മൾ റേഡിയോ ആക്ടിവിറ്റിയുടെ മെഷർമെന്റിൽ കൂടെ ചെയ്യാം. ഇനി റേഡിയോ ലേബലിംഗ് ചെയ്യണത് അയഡിൻ 125, അതൊരു ഗാമ എമിറ്റിംഗ് ഐസോടോപ്പ് ആണ്. അല്ലെങ്കിൽ ട്രിഷ്യം, അതൊരു ബീറ്റ എമിറ്റിംഗ് ഐസോടോപ്പ് ആണ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആന്റിജനെ റേഡിയോ ലേബൽ ചെയ്യുക. ഓക്കെ, ഇനി ഈ നമ്മൾ ഓൾറെഡി റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഇതിന് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് കർവ് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുക. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കർവ് പ്രിപ്പയർ ചെയ്യുക? സ്റ്റാൻഡേർഡ് കർവ് പ്രിപ്പയർ ചെയ്യണ എങ്ങനെയാ വെച്ചാൽ, നമ്മളുടെ കയ്യിൽ പ്രൈമറി ആന്റിബോഡി ഒരു നിശ്ചിത അളവിലുണ്ടാവും. ഒരു സപ്പോസ് നമ്മളൊരു 7 ടെസ്റ്റ് ട്യൂബ് എടുത്തു. ആ 7 ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ പ്രൈമറി ആന്റിബോഡി ഒരേ അളവിൽ ആഡ് ചെയ്തു. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് 200 പൈക്കോഗ്രാം ലേബിൾഡ് ആന്റിജൻ, പിന്നെ രണ്ടാമത്തേൽ 400 പൈക്കോഗ്രാം, 600 പൈക്കോഗ്രാം, 800 പൈക്കോഗ്രാം, അങ്ങനെ അങ്ങനെയല്ല. അതായത് നമ്മൾ ഈ നമ്മൾ 7 ടെസ്റ്റ് ട്യൂബിലും ഈക്വൽ കോൺസെൻട്രേഷൻ പ്രൈമറി ആന്റിബോഡിയും ലേബിൾഡ് ആന്റിജനും ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഓരോ ടെസ്റ്റ് ട്യൂബിലേക്കും 200, 400, 600, 800, 1000, 1200, 1400 എന്നുള്ള അളവിൽ, പൈക്കോഗ്രാം എന്നുള്ള അളവിൽ നമ്മുടെ അൺലേബിൾഡ് ആയിട്ടുള്ള ആന്റിജനും ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ആദ്യം ഉണ്ടാക്കി വെക്കുക. എന്നുവെച്ചാൽ നമ്മുടെ പ്രൈമറി ആന്റിബോഡി പിന്നെ ലേബിൾഡ് ആന്റിബോഡി ആഡ് ചെയ്യുക, അതൊക്കെ തുല്യ അളവിൽ. എന്നിട്ട് ഈ 7 ടെസ്റ്റ് ട്യൂബിലേക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ആന്റിജൻ ഉണ്ട്. അതിന്റെ നോൺ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാവുന്ന കോൺസെൻട്രേഷൻ ആഡ് ചെയ്യുക. 200, 400, 600, 800, 1000, 1200, 1400 പൈക്കോഗ്രാംസ് ഈ 7ലേക്കും ആഡ് ചെയ്തു ഡിഫറെൻ്റ് ആയിട്ട്. എന്നിട്ട് നമ്മൾ ആ പ്രൊസീജിയർ ഒക്കെ അതേപോലെ ചെയ്തിട്ട് നമ്മൾ പെല്ലറ്റിന്റെ റേഡിയോ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പെല്ലറ്റിലെ റേഡിയോ ആക്ടിവിറ്റി എങ്ങനെയായിരിക്കും? പെല്ലറ്റിലെ റേഡിയോ ആക്ടിവിറ്റി കുറഞ്ഞ വരിക അല്ലേ? അതായത് നമ്മൾ ഈ ആന്റിജന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്തോറും കൂടുതൽ ലേബിൾഡ് ആന്റിജൻ ഡിസ്പ്ലേസ് ചെയ്തു പോകും. എന്നിട്ട് നമ്മൾ സെൻട്രിഫ്യൂഗ് ചെയ്ത് നോക്കുമ്പോൾ ആന്റിബോഡിയുടെ കൂടെ ബൈൻഡ് ചെയ്തിട്ടുള്ള ലേബിൾഡ് ആന്റിജൻ വളരെ കുറവാണ്. കാരണം എന്താ? ഈ അൺലേബിൾഡ് ആന്റിജൻ കൂടി വരുന്നോണ്ട് ലേബിൾഡ് ആന്റിജൻ കുറെ തട്ടി പോകും. അപ്പോൾ പെല്ലറ്റിൽ ആന്റിബോഡിയുടെ കൂടെ ബൈൻഡ് ചെയ്തിട്ടുള്ള ലേബിൾഡ് ആന്റിജന്റെ അളവ് കുറഞ്ഞു വരും. കണ്ടോ? ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് കർവ്. ഇവിടെ ശരിക്കും എന്തിന്റെ റേഡിയോ ആക്ടിവിറ്റിയാണ് മെഷർ ചെയ്തിരിക്കുന്നത്? പെല്ലറ്റിന്റെ റേഡിയോ ആക്ടിവിറ്റിയാണ് മെഷർ ചെയ്തിരിക്കുന്നത്. അതായത് ആന്റിബോഡി ബൗണ്ട് ആന്റിജന്റെ റേഡിയോ ആക്ടിവിറ്റിയാണ് മെഷർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലേബിൾഡ് ആന്റിജന്റെ അളവ് കൂടുന്തോറും ഈ ഇതിനകത്ത് പറ്റിപ്പിടിച്ചിട്ടുള്ള റേഡിയോ ലേബിൾഡ് ആന്റിജന്റെ അളവ് കുറഞ്ഞു വരും. അതിനനുസരിച്ച് റേഡിയോ ആക്ടിവിറ്റിയും കുറഞ്ഞു വരും. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് കർവ്. ഈ സ്റ്റാൻഡേർഡ് കർവ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം അറിയാം. എത്ര പ്രൈമറി ആന്റിബോഡി ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, എത്ര റേഡിയോ ലേബിൾഡ് ആന്റിജൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, എത്ര അൺലേബിൾഡ് ആന്റിജൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. 200, 400, 600. അപ്പൊ ഇത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ആക്കി സെറ്റ് ചെയ്തു, നമ്മളൊരു സ്കെയിൽ ഉണ്ടാക്കി വെച്ച പോലെ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ പ്രൊസീജിയറിൽ തന്നെ നമ്മളുടെ സാമ്പിളും ആഡ് ചെയ്യുക. അതായത് സാമ്പിളും നമ്മൾ ഇതേ പ്രൊസീജിയറിൽ തന്നെ അളവ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് പെല്ലറ്റ് നോക്കുമ്പോൾ ഒരു റേഡിയോ ആക്ടിവിറ്റി കിട്ടൂലോ. ഓക്കെ, അപ്പൊ നമുക്ക് പെല്ലറ്റ് നോക്കുമ്പോൾ കിട്ടിയ റേഡിയോ ആക്ടിവിറ്റി ഇതാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് വിചാരിക്കുക. പെല്ലറ്റ് നോക്കുമ്പോൾ കിട്ടിയ റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് റേഡിയോ ആക്ടിവിറ്റി കിട്ടിയതെങ്കിൽ നമ്മൾ നേരെ താഴത്തേക്ക് വരയ്ക്കുക. ഓക്കെ, ഞാൻ മുമ്പത്തെ ഗ്രാഫ് വെച്ചിട്ട് പറഞ്ഞുതരാം. അതായത്
നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇപ്പൊ ഈ സ്റ്റാൻഡേർഡ് കർവ് ഉണ്ട്. ഇനി നമ്മൾക്ക് അൺനോൺ സാമ്പിളാ, നമുക്ക് അറിയില്ല അതിൽ എത്ര ആന്റിജൻ ഉണ്ടെന്ന്. നമ്മൾ ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്തു. അതായത് ഇത് ഉണ്ടാക്കാൻ എത്ര പ്രൈമറി ആന്റിബോഡിയും എത്ര ലേബിൾഡ് ആന്റിജൻ ആഡ് ചെയ്തോ അത് ആഡ് ചെയ്തു. പിന്നെ ഈ ഒരു സാധനം ഏത് അളവിലാണോ, ഇപ്പൊ നമ്മൾ 1 മൈക്രോ ലിറ്റർ 10 മൈക്രോ ലിറ്റർ ആഡ് ചെയ്യുന്നെങ്കിൽ അതേപോലെ തന്നെ 10 മൈക്രോ ലിറ്റർ സാമ്പിൾ ആഡ് ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു റേഡിയോ ആക്ടിവിറ്റി കിട്ടൂലോ. ആ റേഡിയോ ആക്ടിവിറ്റി സപ്പോസ് ഇത്രയാണെന്ന് വിചാരിക്കുക, 40 ആണെന്ന് വിചാരിക്കുക, ഇതാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഈ വരനെ ഇതുമായിട്ട് മുട്ടിച്ചിട്ട് നമ്മൾ ഇതിനെ താഴത്തോട്ട് വരച്ചാൽ നമുക്ക് മനസ്സിലായി, ഓ 40 ആണ് റേഡിയോ ആക്ടിവിറ്റി എങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാമ്പിളിലുള്ള ആന്റിജന്റെ അളവ് 600 ആയിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് 60 ആണ് റേഡിയോ ആക്ടിവിറ്റി കിട്ടിയതെങ്കിലോ, നമ്മൾ ഇതിനെ ഇങ്ങോട്ട് വരയ്ക്കും, ഇതിനെ താഴേക്ക് വരയ്ക്കും. നമുക്ക് മനസ്സിലാവും, ഓ നമ്മുടെ കയ്യിലുള്ള സാമ്പിളിൽ 400 പൈക്കോഗ്രാം ആണ് റേഡിയോ ആക്ടിവിറ്റി. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് കർവ് വെച്ചിട്ടുള്ള കമ്പാരിസൺ. നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് കർവ് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് കർവിൽ നിന്ന് നമ്മൾ നമ്മുടെ സാമ്പിളിൽ എത്രമാത്രം റേഡിയോ ആക്ടിവിറ്റി ഉണ്ടോ നോക്കുക. അത് ഈ സ്റ്റാൻഡേർഡ് കർവ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ സാമ്പിളിൽ ഇത്രയും ആന്റിജൻ ഉണ്ടെന്ന് മനസ്സിലാക്കും. കണ്ടോ, ഇവിടെ ഇതാണ് നമുക്ക് കിട്ടിയ റേഡിയോ ആക്ടിവിറ്റി. ഇതുമായിട്ട് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് കർവായിട്ട് കമ്പയർ ചെയ്ത് ഇത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ശരിക്കും റേഡിയോ ഇമ്മ്യൂണോ അസേ. എന്തിനൊക്കെയാ? നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിലുള്ള പല ഹോർമോൺസിന്റെ ലെവൽ മെഷർ ചെയ്യാൻ വേണ്ടി, അതേപോലെ തന്നെ ഡിജിറ്റോക്സിൻ, ഡൈഗോക്സിൻ പോലത്തെ ഡ്രഗ്സിന്റെ അളവ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ ഡ്രഗ് അബ്യൂസ് നടത്തിയിട്ടുണ്ടോ, കൊക്കെയിൻ, ഒപ്പിയം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, എത്ര അളവിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, HIV പോലെയുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താ SLE പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ, അലർജി, അതേപോലെ ഫുഡിനകത്ത് ടോക്സിൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ റേഡിയോ ഇമ്മ്യൂണോ അസേ യൂസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ റേഡിയോ ഇമ്മ്യൂണോ അസേ.